നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എക്സസൈസ് 1.1 കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ തന്നിരിക്കുന്ന റിലേഷൻ്റെ അകത്ത് ആരൊക്കെയാണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആരൊക്കെയാണെന്നല്ല ഡിറ്റർമൈൻ ചെയ്യണം നമ്മൾ. ഇത് ഈ എല്ലാത്തിലും ചെക്ക് ചെയ്യണം, റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് എന്താണ്? റിലേഷൻ ക്യാപിറ്റൽ ആർ ഇൻ ദ സെറ്റ് എ ഇസ് ഈക്വൽ ടു എ ഈക്വൽ ടു 1 തൊട്ട് 14 വരെയുള്ള എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ സെറ്റാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എ എന്താ തന്നിരിക്കുന്നത്? 1, 2, 3 എക്സെട്ര ടിൽ 14 വരെയുള്ള എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് തന്നിരിക്കുന്ന റിലേഷൻ ഇതാണ്: സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഈ സെറ്റിൻ്റെ അകത്തുള്ള ആൾക്കാർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് those two elements are related to each other എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റിലേഷനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x is equal to y എന്ന്. ജസ്റ്റ് ആ വൈയെ ഞാൻ ആദ്യത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ മൈനസ് വൈ എന്താകും? പ്ലസ് വൈ ആയിട്ട് മാറും. ഇനി നമ്മുടെ സെറ്റിലുള്ള ആൾക്കാർ ആരൊക്കെയാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. ഞാൻ x is equal to 1 കൊടുക്കുകയാണ്. അപ്പോൾ 3 × 1 എന്തുവാ? 3 അല്ലേ? സോ 1, 3 എന്ന് പറയുന്ന ഓർഡർഡ് പെയർ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. ഇനി x is equal to ഞാൻ 2 കൊടുക്കുന്നു. 3 × 2 is what? 6 ആണ് അല്ലേ? അപ്പോൾ 2, 6 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. ഇനി 3 കൊടുക്കുന്നു. അപ്പോൾ 3 × 3 is what? 9 ഉണ്ട്. പിന്നെ 4 കൊടുക്കുന്നു. 4 × 3 is 12. ഇനി 5 കൊടുക്കുന്നു. 5 × 3 is 15. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, 5 കൊടുത്തപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ എന്താ കിട്ടിയ? 15 കിട്ടി. പക്ഷേ ഈ 15 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ ഈ സെറ്റിലുണ്ടോ? ഈ സെറ്റിൽ തന്നെ ആളെ വേണം നമുക്ക് തിരിച്ച് കിട്ടാൻ. ഈ 15 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെ എടുക്കണ്ട? ഈ ലാസ്റ്റ് ഞാൻ എഴുതിയ ഈ ഓർഡർഡ് പെയർ ഈ റിലേഷൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ നമുക്ക് റിലേഷൻ്റെ അകത്ത് എത്ര പേരാണ് ഉള്ളത്? 4 പേരാണ് ഈ റിലേഷൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഈ 1, 1, 2, 2, 3, 3 അങ്ങനെ പറയുന്ന ഓരോ എലമെൻറ്റ്സും ഇതിൻ്റെ അകത്തില്ല അല്ലേ? അതായത് XX ഓർഡർഡ് പെയർ XX എന്ന് പറയുന്ന ആൾക്കാർ ആരും അതിൻ്റെ അകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ദ ഗിവൺ റിലേഷൻ ഇസ് നോട്ട് റിഫ്ലെക്സീവ്. തന്നിരിക്കുന്ന റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഇനി നോക്കിക്കേ, 2, 6 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ട്. പക്ഷേ 6, 2 ഉണ്ടോ? 6, 2 ഇല്ല. 6, 2 ഇല്ലാത്തത് കൊണ്ട് തന്നെ നോട്ട് സിമെട്രിക്. ഓക്കെ, ഇനി നമുക്കിനി ട്രാൻസിറ്റീവിൻ്റെ കേസ് പറയാൻ പോലും ഇല്ല. അപ്പോൾ 1, 3 ഉണ്ട്. 3യിൽ തുടങ്ങുന്ന ഒരാളുണ്ട്. ഓക്കെ, നോക്കാം. 1, 3 ഉണ്ട്. 3, 9 ഉണ്ട്. നമുക്ക് എഴുതി വെക്കാം അത്. 1, 3 ഉണ്ട്. 3, 9 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1, 9 അവിടെ വേണ്ടേ? 1, 9 ഉണ്ടോ നോക്കിക്കേ. 1, 9 ഇല്ല. 1, 9 ഇല്ലാത്തത് കൊണ്ട് തന്നെ വാട്ട് ഇസ് ദ കൺക്ലൂഷൻ? ദ ഗിവൺ റിലേഷൻ ഇസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ പാർട്ട് 1 ആയിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന സെറ്റ്. അവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു x + 5 ആൻഡ് x ലെസ് ദാൻ 4. അപ്പോൾ y ഈക്വൽ ടു x + 5 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൈകൾ എവിടെയുണ്ട്? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. നമുക്ക് നോക്കാം അത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ നോക്കാം. 6 എന്താ തന്നിരിക്കുന്നത്? ഓർഡർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു x + 5 എന്നാണ് തന്നിരിക്കുന്നത്. വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ 4നേക്കാൾ താഴെയുള്ളത് എടുത്താൽ മതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല പറഞ്ഞത്, x ലെസ് ദാൻ 4 ആണ്. അപ്പോൾ
നമ്മുടെ സെറ്റ് ഏതായിരുന്നെന്ന് അറിയാമല്ലോ, 1 തൊട്ട് 14 വരെയുള്ള എലമെൻറ്റ്സ്. അപ്പം ഞാൻ എക്സിന് 1 കൊടുത്തു. എക്സിന് 1 കൊടുത്താൽ 1 + 5 എന്താണ്? 6 ആണല്ലേ. അപ്പോൾ 1 6 എവിടെയുണ്ട്? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. ഇനി 2 കൊടുത്തു. 2 + 5 എന്തുവാ? 7 അല്ലേ. അപ്പോൾ 2 7 അവിടെ ഉണ്ട്. ഇനി 3 കൊടുത്തു. 3 + 5 എന്താണ്? 8 അല്ലേ. അപ്പോൾ ആ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. ഇനി ആരെങ്കിലും എടുക്കണോ? വേണ്ട. കാര്യം 4നേക്കാൾ കുറവുള്ള എല്ലാ എക്സുകളും 1ഉം 2ഉം 3യും നമ്മൾ എടുത്തു. അപ്പോൾ ഈ 3 പേരാണ് നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് നോക്കിയാൽ മതി, 1 1 2 2 ഒരു സാധനം ഇതിൻ്റെ അകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ നോട്ട് റിഫ്ലെക്സീവിന് ഞാൻ 6 മാത്രമേ എഴുതുന്നുള്ളേ, റിഫ്ലെക്സീവ് അല്ല. ഇനി നോക്ക്, 1 6 ഉണ്ട്, പക്ഷെ തിരിച്ചുള്ള ആളുണ്ടോ അവിടെ? ഇല്ല. 6 1 അവിടെ ഇല്ല. 1 6 ഉണ്ടായിരുന്നു, പക്ഷേ എന്തില്ല? 6 1 ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? നോട്ട് സിമെട്രിക് ആണ്. ഞാൻ ലൈക്ക് ദാറ്റ് നമുക്ക് ട്രാൻസിറ്റീവിൻ്റെ കേസ് പറയാൻ പോലും ഇല്ല. കാര്യം 1 6 ഉണ്ട്, 6ൽ തുടങ്ങുന്ന ഒരാളും കൂടെ ഇവിടെ വേണമായിരുന്നു, അത് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് ട്രാൻസിറ്റീവ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടായിരുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ട് ചെയ്യാം. ഒരു സെറ്റ് തന്നിട്ടുണ്ട്, 1 തൊട്ട് 6 വരെയുള്ള എലമെൻറ്റ്സ്. ആൻഡ് റിലേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? XY such that Y is divisible by X. Y is divisible by X ആണെങ്കിൽ നമ്മുടെ ഓർഡേർഡ് പെയർ എവിടെ ഉണ്ടാകും? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. ഓക്കെ. അപ്പോൾ അതാണ് തന്നിരിക്കുന്ന റിലേഷൻ. നമുക്ക് ഒന്ന് ആദ്യം എഴുതി വെക്കാം. തന്നിരിക്കുന്ന സെറ്റ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5 6 ഇത്രയും ആൾക്കാരാണ് സെറ്റിൽ ഉള്ളത്. ഓക്കെ. റിലേഷൻ ഇതാണ്. R is equal to set of all ordered pair XY such that Y is divisible by X. അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലേ, 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ 2 4 എവിടെയുണ്ട്? നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ട്. ഇതാണ് നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന റിലേഷൻ. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഓരോ ആൾക്കാരെ എടുത്ത് നോക്കാം. ഈ 1 റിലേറ്റഡ് അല്ലേ? കാര്യം എന്താ? 1 by 1 ഡിഫൈൻഡ് ആണ്. ഇനി 2 by 2 ഡിഫൈൻഡ് അല്ലേ? അതുപോലെ 3ക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, 4ന് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഇതിൻ്റെ അകത്തുണ്ട്. സോ R is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 1 ഉണ്ടാകും, 2 2 ഉണ്ടാകും, 3 3 ഉണ്ടാകും, 4 4 ഉണ്ടാകും, 5 5 ഉണ്ടാകും ആ സെറ്റിൽ, ആൻഡ് 6 6 ഉണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർ കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കുക, 1 2 അവിടെ ഇല്ലേ? കാര്യം എന്താ? 1 is divisible by 2 ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 2 എവിടെ ഉണ്ടാകും? അവിടെ ഉണ്ടാകും. 1 2 1 3 ഉണ്ടാകത്തില്ലേ? കാര്യം എന്താ? 3യെ 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പാടില്ലേ? 3 by 1 അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 by 1 3 അവിടെ ഉണ്ടാകും. അതുപോലെ 1ഉം 4 ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. ആദ്യത്തെ 1 5 1 6. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി നോക്കാം നമുക്ക്. ഇനി 2 വെച്ചുള്ളത് 3 by 2 ഈസ് 3 divisible by 2 അല്ല. അപ്പോൾ അതില്ല. ഇനി 2 4 ഉണ്ടാകുമോ? ഉണ്ടാകും. കാര്യം എന്താണ്? 4 by 2 4 is divisible by 2 ആണ്. ഇനി അടുത്ത ആരാണുള്ളത്? 2 5 ഉണ്ടാകുമോ? ഇല്ല. ഇനി അടുത്തത് 2 6 നോക്കാം. 2 6 ഉണ്ട്. കാര്യം എന്താ? 6 is divisible by 2. അപ്പോൾ 2 വെച്ചുള്ള ആൾക്കാർ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, 3 4 വരുമോ? വരത്തില്ല. 3 5 വരുമോ? വരില്ല. 3 6 വരുമോ? വരും. കാര്യം എന്താ? 6 ഈസ് divisible by 3 ആണ്. ഇനി 4 വെച്ചിട്ടുള്ള നോക്കാം. 4 by 5 വരുമോ? 4ഉം 5ഉം വരുമോ? വരത്തില്ല. കാര്യം എന്താ? 5 by 4 ഡിവിസിബിൾ അല്ല. ഇനി 4 6 വരുമോ? വരത്തില്ല. റീസൺ എന്താണ്? റീസൺ 6 ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 6 എന്ന് പറയുന്ന പെയർ അവിടെ വരത്തില്ല. ഇനി 5 6 വരുമോ? വരത്തില്ല. റീസൺ എന്താണ്?
6/5, 6 is not divisible by 5. അപ്പം നമ്മുടെ ഈ റിലേഷൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ. ഇത്ര എലമെൻറ്റ്സ് ആണ് നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉള്ളത്. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ 1 1നോട് റിലേറ്റഡ് ആണ്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്, 6 6 ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം പരസ്പരം റിലേറ്റഡ് ആണ്. പരസ്പരം എന്ന് വെച്ചാൽ ഒരു എലമെൻ്റ് എടുത്താൽ അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ്. ദിസ് റിലേഷൻ ഇസ് റിഫ്ലെക്സീവ് എന്ന് എഴുതുക. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 1 4 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടല്ലേ, പക്ഷെ തിരിച്ചുള്ള 4 1 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്? ദിസ് റിലേഷൻ ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. ഈ റിലേഷൻ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ആൻഡ് സോറി, സിമെട്രിക് അല്ല, പറഞ്ഞ തെറ്റിപ്പോയി. സിമെട്രിക് അല്ല, ഈസ് നോട്ട് സിമെട്രിക്. ഇനി ഞാൻ പറയുന്ന എലമെൻറ്റ്സ് നിങ്ങൾ നോക്കണം. 1 2 ഉണ്ട്, 2 6 ഉണ്ട്. 1 6 ഉണ്ടോ? 1 6 ഉണ്ടല്ലേ. ഇതേ നോക്കിക്കേ, 1 2 ഉണ്ട്, 2 6 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എലമെൻറ്റ് ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻ്റായ 1 6ഉം എവിടെയുണ്ട്? നമ്മുടെ തന്നിരിക്കുന്ന സെറ്റിൽ ഉണ്ട്. അതേപോലെ അടുത്ത എലമെൻറ്റ് നോക്കിയേ, 1 3 ഉണ്ട്, 3 6 ഉണ്ട്, 1 6ഉം അവിടെയുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള സെറ്റുണ്ട്. ദെൻ ഇനിയുള്ളത് 1 2 ഉണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞതാണല്ലേ, 1 2ൻ്റെ കേസ് പറഞ്ഞു. ദെൻ അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ടല്ലോ. അതായത് ഫോർ ഓൾ AB ആറിലുള്ളതും BC ആറിലുള്ളതും എടുത്തു. അപ്പോൾ എല്ലാ AC-കളും എവിടെയുണ്ട്? ആറിലുണ്ടെന്ന് കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഗിവൺ റിലേഷൻ, ഈ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഗിവൺ റിലേഷൻ ഇസ് ട്രാൻസിറ്റീവ് എന്ന് കിട്ടും. അപ്പോൾ റിഫ്ലെക്സീവ് ആയിരുന്നു, സിമെട്രിക് അല്ല, പക്ഷേ അത് ട്രാൻസിറ്റീവ് ആണ്. ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോകാം. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ ചെയ്തത്. ഇനി നമ്പർ 4 എന്തുവാ തന്നിരിക്കുന്നത്? റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഇസഡ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇസഡ് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. റിലേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് മൈനസ് വൈ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് വൈ എവിടെ ഉണ്ടാകും? നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് മൈനസ് വൈ ഒരു ഇൻറ്റിജർ ആയിരിക്കണം. നമുക്കറിയാമല്ലോ, ഏതൊരു എലമെൻറ്റിനെയും അതിനോട് തന്നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുള്ളൂ. ഈ 0 എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻറ്റിജർ അല്ലേ? 0 ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഓർഡേർഡ് പെയർ എക്സ് എക്സ് എവിടെ ഉണ്ടാകും? ആറിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഫംഗ്ഷൻ അല്ല, റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തെടുക്കും? വി വിൽ ടേക്ക് ലെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ ആറിലുണ്ടെന്ന് എടുക്കും. ഓർഡേർഡ് പെയർ എക്സ് വൈ ആറിലുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? എക്സ് മൈനസ് വൈ എന്താണ്? ഇൻറ്റിജറാണ്. എക്സ് മൈനസ് വൈ ഒരു ഇൻറ്റിജറാണ്. ഒരു ഇൻറ്റിജർ എടുത്താൽ ആ ഇൻറ്റിജറിനെ ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും അതും ഒരു ഇൻറ്റിജർ ആകത്തില്ലേ? അതും ഒരു ഇൻറ്റിജറാണ്. ഫോർ എക്സാമ്പിൾ 2 എടുത്തു. 2നെ ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? -2 കിട്ടി. -2 ഒരു ഇൻറ്റിജർ അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും എക്സ് മൈനസ് വൈ ഇൻറ്റിജർ ആണെങ്കിൽ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്? ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? y മൈനസ് എക്സ് എന്ന് കിട്ടത്തില്ലേ? അതും എന്താണ്? ഇൻറ്റിജറാണ്. y മൈനസ് എക്സ് ഇൻറ്റിജർ ആണെങ്കിൽ ഏത് പെയർ ആറിലുണ്ടാകും? y എക്സ് എന്ന് പറയുന്ന പെയർ ആറിലുണ്ടാകും. therefore r ഈസ് സിമെട്രിക് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ആറ് സിമെട്രിക് എന്ന് കിട്ടും. ഇനി ട്രാൻസിറ്റീവിൻ്റെ കേസ് എന്ത് നമ്മൾ എടുക്കുന്നത്? ആറിലുള്ള ഒരു എക്സ് വൈ എടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ തീർന്ന y വെച്ചിട്ടൊരെണ്ണം തുടങ്ങുന്നു. y z ആറിലുള്ളത് എടുക്കുന്നു.
അപ്പോൾ എക്സ് വൈ ആറിലുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? എക്സ് മൈനസ് വൈ ഇൻറ്റിജർ ആണ്. ഇനി വൈ ഇസഡ് ആറിലുണ്ടെങ്കിൽ വൈ മൈനസ് ഇസഡ് എന്താണ്? ഇൻറ്റിജർ ആണ്. അപ്പോൾ രണ്ട് ഇൻറ്റിജേഴ്സ് തമ്മിൽ കൂട്ടിയാൽ അതും ഒരു ഇൻറ്റിജർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ രണ്ടിനെയും കൂട്ടുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? ഈസ് ആൻ ഇൻറ്റിജർ അല്ലേ? എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് ഇസഡ് ഈസ് ഓൾസോ ആൻ ഇൻറ്റിജർ. ഇത് രണ്ടും കൂടെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് ഇസഡ് ഒരു ഇൻറ്റിജർ ആണെന്ന് കിട്ടും. എക്സ് മൈനസ് ഇസഡ് ഇൻറ്റിജർ ആണെങ്കിൽ വാട്ട് ഇസ് ദ കൺക്ലൂഷൻ ഫ്രം അവർ ഡെഫിനിഷൻ? റിലേഷൻ്റെ ഡെഫിനിഷനിൽ നിന്ന് എക്സ് മൈനസ് ഇസഡ് ഇൻറ്റിജർ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഇസഡ് ബിലോങ്സ് ടു വെയർ? ആറിലുണ്ടെന്ന് കിട്ടും. ദെയർഫോർ തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ? സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, അതേപോലെ തന്നെ റിഫ്ലെക്സീവും ആണ്. ഇതാണ് നമ്മൾ ചെയ്തത് നമ്പർ 4. ഇനി നമ്മൾ നമ്പർ 5 ആണ് ചെയ്യുന്നത്. ആ 5-ൽ തന്നെ ABCDE ഇത്രയും പാർട്സ് ഉണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇൻ എ ടൗൺ അറ്റ് എ പർട്ടിക്കുലർ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രത്യേക സമയത്ത് ഒരു ടൗണിലുള്ള ഹ്യൂമൻ ബീങ്സ്, അതാണ് പറഞ്ഞിരിക്കുക. തന്നിരിക്കുന്ന റിലേഷൻ, ഫസ്റ്റ് റിലേഷൻ നോക്കിക്കേ. എക്സും വൈയും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നെങ്കിൽ, എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് ദ സെയിം പ്ലേസ്, അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എവിടെ ഉണ്ടാകും? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പം ഞാൻ എ ആണ് ചെയ്യാൻ പോകുന്നത്. തന്നിരിക്കുന്ന എന്താ? എക്സ് വൈ ഇവർ രണ്ടുപേരും ആറിലുണ്ടാകുന്നത് എപ്പോഴാണ്? എക്സ് ആൻഡ് വൈ വർക്ക് ടുഗെദർ. രണ്ടും ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓർഡർ പെയർ എക്സ് വൈ എവിടെ ഉണ്ടാവും? ആറിലുണ്ടാകും. അപ്പോൾ എക്സും എടുക്കുന്നു. ഇത് രണ്ടും ഒരേ ആൾ തന്നെ അല്ലേ? സെയിം പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ? ദേ വർക്ക് ടുഗെദർ അല്ലേ? ദേ വർക്ക് ടുഗെദർ. അപ്പം അതുകൊണ്ട് തന്നെ എക്സ് എവിടെ ഉണ്ടാകും? ആറിലുണ്ടാകും. എക്സ് ആറിലുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തെടുക്കും? വി വിൽ ടേക്ക് ലെറ്റ് എക്സ് വൈ ആറിലുണ്ടെന്ന് എടുക്കും. എക്സ് വൈ ആറിലുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? എക്സ് ആൻഡ് വൈ വർക്ക്, ഞാൻ ഷോർട്ട് ഫോം ആണ് കേട്ടോ എഴുതുന്നത്, വർക്ക് ടുഗെദർ. എക്സും വൈയും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് നമുക്ക് എടുത്തൂടെ? വൈയും എക്സും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആറിലുണ്ടാകത്തില്ലേ? ഉണ്ടാകും. അപ്പോൾ എക്സ് വൈ ആറിലുണ്ടെന്ന് എടുത്തു. ഇപ്പം എന്ത് കിട്ടി? വൈ എക്സ് ആറിലുണ്ടെന്ന് കിട്ടി. ദെയർഫോർ അവർ റിലേഷൻ ഈസ് സിമെട്രിക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുക, എക്സ് വൈ ആറിലുണ്ടെന്ന് എടുക്കും. ഇനി അവിടെ തീർന്ന ആൾ വൈയും ഇസഡും ആറിലുണ്ടെന്ന് എടുക്കും. എന്താ അതിൻ്റെ അർത്ഥം? എക്സും വൈയും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എന്ത് കിട്ടും? വൈയും ഇസഡും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കോമൺ ആയിട്ട് ഒരാളുണ്ട്, വൈ, കണ്ടോ? അപ്പോൾ എക്സും വൈ ഒരുമിച്ചാണ്, വൈ ഇസഡും ഒരുമിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും വി ക്യാൻ സേ ദാറ്റ് എക്സ് ഇസഡ് വർക്ക് ടുഗെദർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് ഇസഡ് എവിടെ ഉണ്ടാവും? ആറിലുണ്ടാകും. അത് ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടും. ഇതാണ് പാർട്ട് എ. ഈ ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ചെയ്തത്. ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് ദ സെയിം പ്ലേസ്. അപ്പോൾ ഇത് എന്താണ്? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവും ആണ്. ഇതേപോലെ തന്നെയാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ലിവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. ഇതുപോലെ തന്നെ അല്ലേ? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. റീസൺ എന്താ? ഒരു എക്സിനെ എടുത്തു, എക്സ് രണ്ടും ഒരാൾ തന്നെയല്ലേ? അപ്പോൾ ആ രണ്ടും ഒരേ ലൊക്കാലിറ്റിയിലായിരിക്കില്ലേ താമസിക്കുന്നത്? അപ്പോൾ എക്സ് എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും, റിഫ്ലെക്സീവ് ആണ്. ഇനി എക്സ് വൈ ആറിലുണ്ടെന്ന് നമ്മൾ എടുക്കും. ആറിലുണ്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് ആൻഡ് വൈ ലിവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. തിരിച്ചും പറയാമല്ലോ, വൈ ആൻഡ് എക്സ് ലിവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? വൈ എക്സ് ആറിലുണ്ടെന്ന് കിട്ടും. അത് സിമെട്രിക് ആണെന്ന് എഴുതാൻ പറ്റും. ഇനി ട്രാൻസിറ്റീവിൻ്റെ കേസ്, എക്സും വൈയും ആറിലുണ്ടെന്നെടുക്കും, വൈയും ഇസഡും ആറിലുണ്ടെന്നെടുക്കും. അതായത് എക്സും വൈയും ഒരുമിച്ചാണ് ഒരേ ലൊക്കാലിറ്റിയിലാണ് താമസിക്കുന്നത്, വൈയും ഇസഡും ഒരേ ലൊക്കാലിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും
എക്സും ഇസഡും ഒരേ ലൊക്കാലിറ്റിയിലായിരിക്കും. അപ്പോൾ എക്സ് ഇസഡ് ആറിലുണ്ടാകും. ദെയർഫോർ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് എന്ന് കിട്ടും. ഇനി നമുക്ക് മൂന്നാമത്തെ എടുക്കാം. മൂന്നാമത്തെ പാർട്ട് എന്താ തന്നിരിക്കുന്നത്? ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ. അപ്പോൾ എക്സിൻ്റെ ഹൈറ്റ് വൈയേക്കാളും എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ എന്നാണ് പറയുക. എക്സാക്റ്റ് ആയിട്ട് 7, അല്ലെങ്കിൽ 7.1 7.2 അല്ലെങ്കിൽ 7നേക്കാൾ കൂടുതലോ 7നേക്കാൾ കുറവോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. എക്സിൻ്റെ ഹൈറ്റ് വൈയേക്കാൾ 7 സെൻറ്റിമീറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേരെ, ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, എക്സും കൂടെ എടുക്കുന്നു. ഇത് രണ്ടും ഒരാൾ തന്നെയല്ലേ. ഒരാളെന്ന് പറഞ്ഞാൽ അവർക്ക് സെയിം ഹൈറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ദിസ് ഈസ് നോട്ട് ബിലോങ്സ് ടു ആർ. അത് ആറിലില്ലാത്തത് കൊണ്ട് തന്നെ ഇതെന്തല്ല, റിഫ്ലെക്സീവ് അല്ല. സി ആണ് ഞാനിപ്പോൾ പറയുന്നത്, റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത കേസ് എടുക്കാം. എക്സും വൈയും ആറിലുണ്ടെന്ന് എടുക്കാം. എക്സും വൈയും ആറിലുണ്ടെങ്കിൽ എക്സിന് വൈയേക്കാൾ 7 സെൻറ്റിമീറ്റർ എക്സിന് കൂടുതലാണ് വൈയേക്കാൾ. അപ്പോൾ തിരിച്ച് നമുക്ക് പറയാൻ പറ്റുമോ വൈക്ക് എക്സിനേക്കാൾ 7 സെൻറ്റിമീറ്റർ കൂടുതലാണെന്ന്? കുറവല്ലേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ വൈ എക്സ് ആറിലുണ്ടാകുമോ? ആറിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് സിമെട്രിക് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നോട്ട് സിമെട്രിക്. ഇനി നമുക്കിനി ട്രാൻസിറ്റീവിൻ്റെ കേസ് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവിൻ്റെ കേസ് ചെക്ക് ചെയ്യാനായിട്ട് വൈയേക്കാൾ 7 സെൻറ്റിമീറ്റർ കൂടുതലുള്ളതാണല്ലോ എക്സ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇങ്ങനെയാണ്, ലെറ്റ് എക്സ് വൈ ആറിലുണ്ട് ആൻഡ് വൈ ഇസഡും ആറിലുണ്ടെന്ന് എടുക്കുന്നു. അതായത് എക്സ് ഈസ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ. പിന്നെ ഇതിൽ നിന്ന് എന്താ കിട്ടുക? വൈ ഈസ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ ഇസഡ്. സപ്പോസ് ഇസഡിൻ്റെ ഹൈറ്റ് 1 ആണെന്ന് കരുതുക. ചുമ്മാ ഞാൻ പറയാണ്, ഇസഡിൻ്റെ ഹൈറ്റ് 1 ആണ്. അപ്പോൾ വൈയുടെ ഹൈറ്റ് എന്തായിരിക്കും? വൈ ഈസ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ ഇസഡ് എന്നല്ലേ പറഞ്ഞത്. 1 + 7 8 ആയിരിക്കും, 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ എക്സിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? വൈയേക്കാൾ 7 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ 8 + 7 15 ആയിരിക്കും നമ്മുടെ എക്സിൻ്റെ ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ക്യാൻ വി സേ ദാറ്റ് എക്സ് ഈസ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ടോളർ ദാൻ ഇസഡ് എന്ന്? അല്ല. അവർ തമ്മിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട്? 14 സെൻറ്റിമീറ്ററിന് ഡിഫറൻസ് ഉണ്ട്. കണ്ടോ? അപ്പോൾ ഒരിക്കലും നമ്മുടെ എക്സ് ഇസഡ് എവിടെ ഉണ്ടാകത്തില്ല? എക്സ് ഇസഡ് നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസിറ്റീവ് അല്ല എന്ന് കിട്ടും. ട്രാൻസിറ്റീവ് അല്ല എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് സിയുടെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് തന്നിരിക്കുന്ന നോക്കിക്കേ. ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ദ വൈഫ് ഓഫ് വൈ. എക്സ് ഈസ് ദ വൈഫ് ഓഫ് വൈ. അതാണ് ഡി തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരിക എന്ന്. ഓർഡേർഡ് പെയർ എക്സ് വൈ ആറ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ദ വൈഫ് ഓഫ് വൈ. വൈയുടെ വൈഫാണ് എക്സ് എങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് വൈ എവിടെ ഉണ്ടാകും? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറയുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എക്സ് ഒരു എലമെൻ്റ് എടുത്താൽ അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എക്സും ഒരാൾ തന്നെയല്ലേ, ഒരിക്കലും എക്സിൻ്റെ വൈഫ് ആകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അകത്തില്ല, റിലേഷൻ്റെ അകത്തില്ല. സോ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് കിട്ടും. ഇനി നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്താണ്? സിമെട്രിക്കിന് എക്സ് വൈ ആറിലുണ്ടെന്ന് എടുക്കും. എക്സ് വൈ ആറിലുണ്ടെങ്കിൽ എക്സ് ഈസ് ദ വൈഫ് ഓഫ് വൈ. തിരിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ, വൈ ഈസ് ദ വൈഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ വൈ എക്സ് ആറിൽ ഇല്ല, റിലേഷൻ്റെ അകത്ത് ഇല്ല. ദെയർഫോർ ആർ ഈസ് നോട്ട് സിമെട്രിക് എന്ന് കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ലെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ ആറിലുണ്ടെന്ന് എടുക്കുന്നു
ആൻഡ് അവിടെ തീർന്ന ആളിൽ നിന്ന് തുടങ്ങുന്നു. വൈ ഇസഡ് ആറിലുണ്ടെന്ന് എടുക്കുന്നു. അതായത് എക്സ് വൈയുടെ വൈഫാണ് ആൻഡ് വൈ ഇസ് ദ വൈഫ് ഓഫ് ഇസഡ്. അങ്ങനെ ഒരു കാര്യമേ പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ് എന്തല്ല, ആറ് ട്രാൻസിറ്റീവ് അല്ല. ആറ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് കിട്ടും. സിമെട്രിക് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 1 പാർട്ട് 5 ആണ് ഇനി പറയാൻ പോകുന്നത്. തന്നിരിക്കുന്ന റിലേഷൻ നോക്കിക്കേ. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഇസ് ദ ഫാദർ ഓഫ് വൈ. നമ്മളിപ്പോൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് വരിക. എക്സ് ആറിലുണ്ടാകുമോ? വരത്തില്ല. എക്സ് ഒരിക്കലും എക്സിൻ്റെ തന്നെ ഫാദർ ആകത്തില്ല. ഇനി എക്സ് വൈയുടെ ഫാദർ ആണെങ്കിൽ തിരിച്ച് വൈ എക്സിൻ്റെ ഫാദർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് സിമെട്രിക്കും അല്ല. ആദ്യത്തെ കേസിൽ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല. ഇനി തിരിച്ച് എക്സ് വൈ എടുക്കുന്നു, എക്സ് ഇസ് ദ ഫാദർ ഓഫ് വൈ. ഇനി വൈ ഇസഡ് എടുക്കുന്നു, വൈ ഇസ് ദ ഫാദർ ഓഫ് ഇസഡ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എക്സ് ഇസ് ദ ഫാദർ ഓഫ് ഇസഡ് എന്ന് പറയുന്ന കേസ് വരത്തില്ല. വരാത്തത് കൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൻ റിലേഷൻ ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിരുന്നു ഇത്രയും പാർട്സ് ഉണ്ടായിരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ